ഹലോ ഗൈസ്, അപ്പോൾ ഒരു സമയം കോളേജിലെ വ്ളോഗ് ഉണ്ടല്ലോ. 6:50 ഞാൻ എണീച്ചു. അതിനെ കുറച്ച് സ്ട്രെച്ചിങ് എല്ലാം ചെയ്ത് ഞായറാഴ്ച കൊണ്ട് നല്ല റെസ്റ്റ് എടുത്തത്. പിന്നെ കുറച്ച് സ്ട്രെച്ചിങ് ആയിട്ട് കിടന്ന ബ്ലാങ്കറ്റ് എല്ലാം സെറ്റ് ചെയ്ത് നേരെ കുളിക്കാം. കോളേജിൽ പോകുമ്പോൾ നമുക്ക് കുളി മസ്റ്റാണ്. അതിൽ 2 ബെനിഫിറ്റ് ആണ്. ഒന്ന്, നന്ന് മൈൻഡ് ഫ്രഷ് ആവും. രണ്ടാമത്തെ കാര്യം, ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങത്തില്ല. ഒരു 3-4 പീരീഡോളം കുഴപ്പമില്ല. പിന്നെ നൈസായിട്ടൊക്കെ ഉറങ്ങി തുറന്നു. ക്ലാസ്സിൽ നമുക്ക് സ്റ്റഡൊന്നും അലോഡ് അല്ലാത്തതാണ്. അതെല്ലാം ഉരു വെച്ചിട്ട് നമ്മൾ പക്കറ്റ് റെഡിയായി. അത് കഴിഞ്ഞ് നമുക്ക് ഉച്ചയ്ക്ക് ആഹാരം അതെല്ലാം ലഞ്ച് എല്ലാം പാക്ക് ചെയ്ത ശേഷം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ 7:45 ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ലേറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് കറക്റ്റ് ഒരു 8:29 ആയപ്പോൾ എത്തി. അപ്പോൾ പയ്യന്മാരൊക്കെ റബ്ബർ ഓടെയാണ്. കാരണം ക്ലാസ്സിൽ കയറണമുണ്ട്. കാരണം ഒരു 2 മിനിറ്റൊക്കെ ലേറ്റ് ആയി ചിലപ്പോൾ പുറത്താവാൻ ചാൻസ് ഉണ്ട്. പഞ്ച്വാലിറ്റിക്ക് നമ്മൾ ഇവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് ഹോട്ടലിൽ നമുക്ക് ജോലിക്ക് നമുക്ക് കറക്റ്റ് പഞ്ച്വാലിറ്റിക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ റൂൾസ് വെച്ചേക്കുന്നത്. ചിലപ്പോൾ നമുക്ക് രാവിലത്തെ ഇന്റർവെൽ നല്ല ബോറ് ക്ലാസ് ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ കുറച്ചുപേര് ഇരിക്കുന്നുണ്ട്, കുറച്ചുപേര് ക്യാൻറ്റീനിൽ പോയി. അങ്ങനെ ഉച്ചത്തെ ക്ലാസ്സും കഴിഞ്ഞ് നമ്മൾ ആഹാരം കഴിക്കാൻ കയറി. അതുകൊണ്ട് ഇതേ സെയിം പാറ്റേൺ ആണ് നമ്മളെ കോളേജ് ലൈഫ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് കുറച്ച് പ്രോഗ്രാംസ് വരും. അപ്പോഴാണ് നമ്മളൊന്ന് ഓൺ ആവുന്നത്. ഒരുപാട് എക്സ്പെക്ട് ചെയ്തൊന്നും കോളേജ് ലൈഫ് എന്ന് പറഞ്ഞു വരില്ല. പ്രൈവറ്റ് കോളേജസ് ഒക്കെ ആണെങ്കിൽ ഫുൾ ടൈം നമുക്ക് പഠിത്തം, അതിൻ്റെ ആയിട്ടുള്ള അറ്റൻഡൻസിന്റെ ഷോർട്ടേജ് വന്നാൽ നമുക്ക് കണ്ടോണേഷൻ അടയ്ക്കണം. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ. പഠിക്കാനെന്ന് വെച്ചാൽ അങ്ങനെ അറ്റ ലോഡ് കണക്ക് നമുക്ക് പഠിക്കാനും ഉണ്ട്. അസൈൻമെന്റ്സും വർക്ക്സും റെമഡിയൽസും സെമിനാറും പ്രോജക്ട്സും അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. റിയാലിറ്റി ഓഫ് കോളേജ് ലൈഫ്. അപ്പോൾ നേരെ ഞാൻ കോളേജ് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നൊരു ഒറ്റ ഉറക്കണം. അപ്പോൾ ഓക്കെ, ബൈ.